ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് നടക്കുന്ന ഈ ജൂബിലിയുടെ എല്ലാ പ്രോഗ്രാമുകളും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അഭിഷേകത്തിന്റെ നിറവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാൻ നമുക്ക്. നമ്മള് ഇപ്പോൾ ദൈവവചനം ശ്രദ്ധിക്കുകയാണ്. പ്രശസ്ത സുവിശേഷകനായ തോമസ് പോൾ നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രവുമായി വലിയ ബന്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ലോകം മുഴുവൻ യേശുവിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് പൗലോസിനെ പോലെ യാത്ര ചെയ്യുന്നു. തോമസ് പോളിനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. നമുക്ക് നല്ലൊരു കരഘോഷത്തോടുകൂടി തരത്തിലച്ച പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, പരമപരിശുദ്ധ ത്രിത്വം നമ്മിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയുടെ രഹസ്യമാണ് ദൈവം നമ്മിൽ തന്നെ. നമ്മുടെ ജീവിതം ചലിക്കുന്നതും നയിക്കപ്പെടുന്നതും ദൈവാത്മാവിനാലാണ്. ആ ദൈവാത്മാവ് അങ്ങ് ആകാശത്തിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് പുതുജീവൻ നൽകിയ പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിന് അരുവിയായി എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് ജ്ഞാനം പകരണമേ, ബുദ്ധി പകരണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്നെ മഹത്വീകരിക്കണമേ, എന്നെ നീതീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം കൈയടിച്ച് പാടി ആത്മാവിൽ ജ്വലിക്കാം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതിന്, ദൈവവചനത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ നിറയുന്നതിന്, ആത്മാവിനാൽ ജ്വലിക്കുന്നതിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഗാനം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൈയടിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ഹൃദയത്തിൽ വാഴും ആത്മാവേ, വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ.
ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞ കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞ കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ദാഹത്തോടെ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ വളരണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ നാം ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മക്കളാണ്. ആ ബോധ്യത്തോടെ ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയം ദൈവത്തിൻ കൂടാരം ഞാനല്ലോ ആലയം ദൈവത്തിൻ കൂടാരം ഞാനല്ലോ ദൈവത്തിൻ ആലയം ഞാനല്ലോ ദൈവത്തിൻ കൂടാരം ഞാനല്ലോ എല്ലാവരും ആദരം തുറന്ന് ദിനം ഞാൻ ദൈവമകൾ ഞാൻ ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ ദൈവമകൾ ഞാൻ ദൈവമകൾ ഞാൻ ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ വാഴും ആത്മാവേ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ നിറയണമേ ജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജ്വാലയായി എന്നിൽ കത്തി പടരണമേ ജ്വാലയായി ആത്മാവേ പരിശുദ്ധാത്മാവേ എല്ലാവരും ദാഹത്തോടെ ഇതിനുകൂടി സ്പീഡ് കൂട്ടിയെടുത്താലോ അടുത്ത സ്റ്റെപ്പ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ദൈവസ്നേഹം നിറയ്ക്കുന്നു. ദൈവരാജ്യം നമ്മിൽ തന്നെ. പിതാവ് എന്നോടുകൂടെ, പുത്രൻ എന്നോടുകൂടെ. പാപിയായ മനുഷ്യരായ നമ്മൾ ദൈവമക്കളായി തീർന്നു. സ്വർഗരാജ്യം തന്നെ ആത്മാവേ ആത്മാവേ ഹൃദയത്തിൽ ആത്മാവേ ഹൃദയത്തിൽ ആത്മാവേ
ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. കഴിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജ്വാലയായി ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ. എല്ലാവരും കൈയടിച്ച് ചാടി ചാടി തുള്ളി ചാടി എല്ലാവരും ദാഹത്തോടെ നിറയട്ടെ നിറയട്ടെ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ കൂടെ ബലവാനായ ദൈവം, നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ കൂടെ ബലവാനായ നമ്മുടെ ദൈവമേ. കുഴപ്പമില്ല, എന്നാലും വിശുദ്ധ കുർബാനയിൽ നമ്മൾ പാടുന്ന പാട്ടാണ്. ഞാൻ പാടാം, നിങ്ങൾ ഏറ്റുപാടാം. നമ്മുടെ കൂടെ ബലവാനായ കർത്താവെന്നേക്കും. എല്ലാവരും ശബ്ദമുയർത്തി. നമ്മുടെ കൂടെ ബലവാനാകും കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. എല്ലാവരും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. നമ്മുടെ കൂടെ ബലവാനാകും കർത്താവെന്നേക്കും. നമ്മുടെ കൂടെ ബലവാനാകും കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ദൈവം നമ്മോട് കൂടെ, ത്രിത്വൈക ദൈവം നമ്മോട് കൂടെ.
പിതാവായ ദൈവം നമ്മോട് കൂടെ, നമ്മുടെ രക്ഷകനായ പുത്രൻ നമ്മോട് കൂടെ, ജീവദാതാവായ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കുക. ഇടയ്ക്ക് വല്ലതൊക്കെ ഇങ്ങനെ പാടാം. ഇവിടെ ഇരുന്നു സ്പോണ്ടേനിയസ് ആയിട്ട് വരും ഇങ്ങനെ. സ്നേഹമുള്ളവരെയും, ഇത് വലിയ ഒരു ആഘോഷത്തിൻ്റെ അവസരമാണ്. അതേസമയം കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലം പരിശുദ്ധാത്മാവ് ഈ പ്രപഞ്ചത്തിൽ നൽകിയ ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലോകമെമ്പാടും യാത്ര ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഇതുപോലെ ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഇത്രയും ബഹുലമായ രീതിയിൽ നിരവധി ഭാഷകളിൽ ആയിരക്കണക്കിന് ആളുകളെ പരിശുദ്ധാത്മാവ് വിളിച്ചുകൊണ്ടുവന്ന് ദൈവവചനം പങ്കുവയ്ക്കുന്ന ഇതുപോലെ ഒരു മഹത് പ്രസ്ഥാനം ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ഈ ജൂബിലി സംബന്ധിച്ച് തടത്തിലച്ചൻ ഒരു ഉപന്യാസം എഴുതണം. അത് പുസ്തകത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. ആ പുസ്തകം നിങ്ങൾ വായിക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ ജ്വലിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉജ്ജ്വല പ്രകാശമാണ്. ഇതൊരു പ്രകാശമാണ്. ഈ പ്രകാശം 25 വർഷമായി, 1/4 നൂറ്റാണ്ടായി ലോകം മുഴുവനിലേക്കും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണ്! ഇതെന്തൊരു അത്ഭുതമാണ്! നമുക്കറിയാം, ഈ പ്രസ്ഥാനം ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ രൂപം കൊണ്ടതല്ല. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. എന്നാൽ ആ ബുദ്ധിയിൽ ദൈവത്തിന്റെ ജ്ഞാനം കൂടി പകരുമ്പോൾ മാത്രമേ ലോകം പ്രകാശമാകുകയുള്ളൂ. നമുക്കറിയാം, കോട്ടയിൽ ഒരു ഓലഷെഡിൽ 70-75 പേരുമായി ധ്യാനിച്ചിരുന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. അവിടെ നിന്ന് ആരുടെയും ബുദ്ധിയിൽ രൂപം കൊണ്ടതല്ലായിരുന്നു. പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഇതാണ് വെളിപാട് പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു വാക്കിതാണ്: ആത്മാവ് സഭകളോട് പറഞ്ഞത് ശ്രവിക്കുവിൻ. ഒന്നെല്ലാവരും പറഞ്ഞേ, ആത്മാവ് സഭകളോട് പറഞ്ഞത് ശ്രവിക്കുവിൻ. എത്ര പ്രാവശ്യമാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് ആത്മാവ് പറയുന്നത് കേൾക്കുവിൻ? സ്നേഹമുള്ളവരെ, വിനായിക്കാമ്പറമ്പിലച്ചൻ, പനിക്കലച്ചൻ, വല്ലൂരാനച്ചൻ, അങ്ങനെ ഒരുപാട് വൈദികർ, അവരെല്ലാവരും നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ ആത്മാവ് സംസാരിക്കുന്നത് അവർ കേട്ടു. ആ കേട്ടതനുസരിച്ച് ധൈര്യപൂർവം അവർ മുന്നേറി. ഇതാണ് ആധുനിക സഭയിൽ ഉണ്ടാകേണ്ട പ്രധാന കാര്യം എന്നത് ഇപ്പോൾ നമ്മൾക്ക് സംസ്ഥാപിച്ചു തന്നിരിക്കുകയാണ്. ആത്മാവ് പറയുന്നത് ശ്രവിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ അവസരത്തിൽ ഒരുപാട് വചനം പ്രഘോഷിക്കുന്നതോടൊപ്പം തന്നെ
കർത്താവ് നമുക്ക് 25 വർഷമായി നൽകിയ കാര്യങ്ങളെക്കുറിച്ച് അല്പം ചിന്തിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ഈ അവസരം ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ ദൈവം അനുവദിച്ച ആ സൗഭാഗ്യത്തിന് നന്ദി പറയണം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ജീവിക്കാൻ അനുവദിച്ചു. ഇല്ലേ 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 ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗമാകാൻ ദൈവം നമ്മളെ ഒരുക്കി. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആദ്യം നായിക്കാമ്പറമ്പലച്ചനെ കാണുന്നത് കേരളത്തിൽ വെച്ചല്ല. ഞാൻ ഉത്തരേന്ത്യയിൽ ഹിന്ദിക്കാർക്ക് വേണ്ടി തീപ്പൊരി വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നായിക്കാമ്പറമ്പലച്ചൻ ഇൻഡോറിൽ വരുന്നു എന്ന് കേട്ട് ജബൽപൂരിൽ നിന്ന് രാത്രി മുഴുവനും ബസ്സിൽ യാത്ര ചെയ്ത് ഞാൻ ഇൻഡോറിൽ വന്നു. അങ്ങനെ ഇൻഡോറിൽ വന്നു. അവിടുത്തെ ബിഷപ്പ് എന്നെ അച്ഛനുമായിട്ട് പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ അങ്ങനെ അച്ഛനുമായിട്ട് സഹകരിക്കാൻ ആരംഭിച്ചു. ആ ധ്യാനത്തിൽ രാപകലില്ലാതെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിരുന്നു എനിക്ക് വേണ്ടി കിട്ടിയ തിരഞ്ഞെടുപ്പ്. അച്ഛൻ പറഞ്ഞു അവിടെ ഈശോന്റെ അടുത്ത് പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ അതിനുശേഷം നിരവധി സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ നടത്തി. ഇതെല്ലാം ഓർക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു. വൈദികരും അൽമായരും ഒരുമിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരവസ്ഥ. ഈ ബഹുമാനപ്പെട്ട വൈദികർ അൽമായരെ ഉയർത്താൻ ആവേശം കൊള്ളുകയായിരുന്നു. ചില സമയത്ത് ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഞാൻ അതിനുശേഷം ബോംബെയിൽ ധ്യാനകേന്ദ്രം ആരംഭിക്കുന്ന സമയത്ത് നായിക്കാമ്പറമ്പലച്ചൻ്റെ ഒരു കൺവെൻഷനോടെയാണ് ആരംഭിച്ചത്. അപ്പോൾ ആ കൺവെൻഷൻ ആയപ്പോഴേക്കും ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ബോംബെയിൽ വന്നു. ആദ്യത്തെ ദിവസം ഞാൻ ഉണ്ടായില്ല, രണ്ടാം ദിവസം ഓടിയെത്തി. അപ്പോൾ ഇൻഡോറിലും ജബൽപൂരിലും റായ്പൂരിലും എല്ലാം അച്ഛൻ്റെ ടോക്ക് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു ഞാൻ ആദ്യം. ബോംബെയിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനിത് പറയുന്നത് എങ്ങനെ നമ്മളെപ്പോലെ സാധാരണ ആളുകളെ ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പ്രോത്സാഹിപ്പിച്ചു എന്നതാണ് എൻ്റെ ഒരു വലിയ സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സന്തോഷമാണ്. സഭ എന്നത് ദൈവജനമാണ്. ആത്മാവ് പറയുന്നത് കേൾക്കുക എന്നതാണ് അവരുടെ കാര്യം. അന്ന് ഹിന്ദിക്കാരാണ് ബോംബെയിലധികം, ഹിന്ദി സംസാരിക്കുന്നവർ. ആ കൺവെൻഷനിൽ 3 ഭാഷയിൽ കൺവെൻഷനായിരുന്നു. ഉല്ലാസ് നഗർ കൺവെൻഷൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കൺവെൻഷൻ. ബോംബെയിലെ ധ്യാനകേന്ദ്രം ആരംഭിക്കുന്നതിൻ്റെ തുടക്കം അച്ഛൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയും, ചിലപ്പോൾ മലയാളത്തിൽ പറയും. മറ്റൊരാളത് അച്ഛൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലും വേറൊരാൾ ഹിന്ദിയിലും, അങ്ങനെ 3 ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ എന്നെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു. വേറൊരു സിസ്റ്റർ ഇംഗ്ലീഷിലും അച്ഛൻ മലയാളത്തിലും പറഞ്ഞു. ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി തോമസ് പോള് ഒരു ക്ലാസ് കൊടുക്കുക. ഞാനും അപ്പോൾ ആര് ട്രാൻസ്ലേറ്റ് ചെയ്യും? അപ്പോൾ ഞാൻ അങ്ങനെ അധികം ക്ലാസ് ഒന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. തോമസ് പോൾ ഒരു ക്ലാസ് കൊടുക്ക് എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. ട്രാൻസ്ലേറ്റർ ആയിരുന്നു ഞാനിപ്പോൾ ആരായി? പ്രീച്ചറായി. പ്രൈസ് ദ ലോർഡ്. അന്ന് മാത്രമല്ല, അച്ഛൻ പറയാണ്, ആര് ട്രാൻസ്ലേറ്റ് ചെയ്യും ചോദിച്ചപ്പോൾ അച്ഛൻ്റെ സാധാരണ പ്രാർത്ഥനയുണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യും, തോമസ് പോൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ പറയണം, പിന്നെ ഞാൻ തന്നെ മലയാളത്തിൽ പറയണം, പിന്നെ ഞാൻ തന്നെ ഹിന്ദിയിൽ പറയണം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ദൈവമേ, എന്തായി പറയുന്നേ? ആത്മാവ് സഭകളോട് പറയുന്നത് ശ്രമിക്കുവിൻ. എനിക്ക് എന്തോ വലിയൊരു ഭയം കയറി. അതേ സമയത്ത് അച്ഛൻ
പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിട്ടാണ് പറഞ്ഞതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ക്ലാസ് തുടങ്ങാനാ പറയണേ, ഇനി ചിന്തിക്കാനൊന്നുമില്ല. ഞാനങ്ങ് ആരംഭിച്ചു. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. First seek the kingdom of God and its righteousness, rest all things will be added unto you. पहले तुम स्वर्ग का राज्य और यहाँ का धार्मिकता का गोद में लगे रहो, बाकी सब कुछ जोड़ा जाएगा. ഇതാ ഞാൻ നിന്റെ കവാടത്തിൽ മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് കതക് തുറക്കുന്നവന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു വരും, ഞാൻ അവനോടൊപ്പം ഭക്ഷണം കഴിക്കും. Behold, I stand at your door and knock. Whoever listen to my voice and open the door, I will come inside him and I will sup with him. देखो मैं तुम्हारे द्वार पर खटखटाता हूं, जो मेरी वाणी सुनकर द्वार खुलेगा, मैं उसका अंदर आऊंगा, मैं उसके साथ भोजन करूंगा. എന്തോരഭിഷേകമായിരുന്നു. 1 മണിക്കൂർ സമയം നിരന്തരമായി ഓരോ വചനവും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഓർമ്മകളാണിതെല്ലാം. അതിനുശേഷം ഇവിടെ കേരളത്തിലേക്ക് വന്നപ്പോഴാണ് എന്തോ ഒരു കത്തിപ്പടർന്ന അനുഭവം. ഈ മനപ്പറമ്പിൽ ആദ്യം ധ്യാനം നടത്തിയത് ഈ സ്ഥലത്ത്, ഈ മണ്ണിൽ, ഇവിടത്തെ ഈ തെങ്ങുകളും കവുങ്ങുകളും ഓർക്കുന്നുണ്ടാകും. അതോടൊപ്പം നിങ്ങളിൽ പലരും ആദ്യത്തെ ധ്യാനം 5 ദിവസത്തെ ധ്യാനമായിരുന്നെങ്കിലും പിന്നീട് പറഞ്ഞു 3 ദിവസം കൊണ്ട് തീർക്കണം. വചനപ്രഘോഷകർക്കും കൗൺസിലേഴ്സിനുമുള്ള ധ്യാനമായിരുന്നു. 3 ദിവസം കൊണ്ട് 5 ദിവസത്തെ ധ്യാനം നമ്മൾ തീർക്കണം. ഞാൻ ചോദിച്ച ആളുകളോട്, നിങ്ങൾ രാത്രി 12 മണി വരെ ഇരിക്കാമോ? രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ 18 മണിക്കൂർ ഇവിടെ നിന്ന നിലയിൽ വചനം പ്രഘോഷിച്ചു. Praise the Lord. ആത്മാവ് സഭകളോട് പറയുന്നത് ശ്രവിക്കുമേ. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. കേരളത്തിൽ ഒരു പുതിയ തരംഗം ആരംഭിച്ചു. അങ്ങനെ വീണ്ടും ഒരു ധ്യാനം ഇവിടെ വന്നു. അന്നാണ് വിവരമറിഞ്ഞ് സന്തോഷം കൊണ്ട് പറയാണ്, നായിക്കാമ്പറമ്പിലച്ചനും ധ്യാനം കൂടാൻ വന്നേക്കണം. നായിക്കാമ്പറമ്പിലച്ചൻ അധികം ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ധ്യാനത്തിന്റെ ഇടയിൽ അച്ഛൻ ചിരിക്കണോ, പൊട്ടിച്ചിരിക്കണോ. പ്രൈസ് ദി ലോർഡ്. നായിക്കാമ്പറമ്പിലച്ചൻ ധ്യാനം കൂടാൻ വന്നേക്കണമെന്ന് കേട്ടപ്പോൾ ധാരാളം ആൾക്കാർ വരാൻ തുടങ്ങി. അതിൻ്റെ അടുത്ത ധ്യാനത്തിൽ പനക്കലച്ചൻ ഇടയ്ക്കൊക്കെ ഇതിലെങ്ങനെ പോകും, എന്നിട്ട് കുറച്ചു നേരം അവിടെ വന്നിരിക്കും. പനക്കലച്ചനും ചിരിക്കണോ. പ്രൈസ് ദി ലോർഡ്. പനക്കലച്ചൻ സാധാരണ തമാശ പറയും, ചിരിക്കൂല. നമ്മളെല്ലാം ചിരിപ്പിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ഓണക്കാലത്ത് മലയാളത്തിൽ നമ്മുടെ ഒരു ധ്യാനം വെക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 20 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പലർക്കും അറിയാം. പനക്കലച്ചൻ പറഞ്ഞു, ഓണത്തിന് നമുക്കിവിടെ ധ്യാനം വെക്കണം. ശരി, ഓണത്തിന് ധ്യാനം വെക്കാം. അങ്ങനെ ഓണത്തിന് ആന്തരിക വിശുദ്ധീകരണ ധ്യാനം പേപ്പറിലെല്ലാം അനൗൺസ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ വന്നു. തടത്തിലച്ചനും പരിചലച്ചനും കൂടി ആലോചിച്ച് എന്താ ചെയ്യുക, ആളുകൾ ആ ധ്യാനത്തിന് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ പനക്കലച്ചൻ പറഞ്ഞു, നമുക്കൊരു പണി ചെയ്യാം, ഈ ധ്യാനം മെയിൻ സ്റ്റേജിലേക്ക് മാറ്റാം. അങ്ങനെ ആ ധ്യാനം മെയിൻ സ്റ്റേജിലേക്ക് ആക്കി. മെയിൻ സ്റ്റേജിലുള്ള ആളുകൾ കൂടി ഒരുമിച്ച് ഏതാണ്ട് 25,000-ലധികം ആളുകൾ വന്ന ഒരു ധ്യാനം. Praise the Lord. ഇത് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനും ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആ സാഹോദര്യ ശുശ്രൂഷയാണ്.
ഞാനൊരു വൈദികനല്ല, ഒരു സാധാരണ അൽമായൻ. എന്നോട് അച്ഛൻ പറയാണ്, നീ 5 ദിവസം മുഴുവനും ഈ മെയിൻ സ്റ്റേജ് നിനക്ക് വിട്ടു തന്നിരിക്കണോ. പ്രൈസ് ദ ലോർഡ്. ആ മെയിൻ സ്റ്റേജിലെ അൾത്താര വരെ മാറ്റിവെച്ചു. കാരണം എനിക്ക് ഓടി നടന്ന് വചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദ ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ 6 മണി മുതൽ രാത്രി 10-10:30 വരെ 5 ദിവസം വലിയ ആത്മാവിൻ്റെ ഒഴുക്ക്. ഈ ഓർമ്മകളെല്ലാം കർത്താവിന് പ്രതി നന്ദി പറയാൻ. അങ്ങനെ ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? ആത്മാവിൻ്റെ സ്വരം കേൾക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇന്നും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വളർത്ത ആ കടുകുമണി, ഈശോ പറഞ്ഞു ദൈവരാജ്യം ഒരു കടുകുമണി പോലെയാണ്. അത് വളർന്ന് പന്തലിച്ച് ലോകം മുഴുവനും നിറയും എന്ന പോലെ അങ്ങനെ ആരംഭിച്ച ആ പ്രസ്ഥാനം 25 വർഷത്തുകൊണ്ട് ലോകം മുഴുവനും നിരവധി രാജ്യങ്ങളിൽ വലിയ ധ്യാന കേന്ദ്രങ്ങൾ ഉയർത്തി. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഡിവൈൻ ധ്യാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശുശ്രൂഷകളാണുള്ളത്. സ്നേഹമുള്ളവരെയും നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിക്കാം. പരിശുദ്ധാത്മാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനതെല്ലാം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ചാൽ മതി കേട്ടോ. ഇനി ബാക്കി ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ പറയണേ? അപ്പോൾ ആ ഉപന്യാസത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നത്, വിളിക്കുള്ളിലെ വിളി. 4 നൂറ്റാണ്ട് കാലം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വളരെ പ്രധാന കണികകളായിരുന്നു നമ്മളെല്ലാവരും തന്നെ. ഇത് അത്തരത്തിൽ ഉള്ളൊരു സഹകരണത്തിൽ പ്രവർത്തിച്ചതാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും വളർച്ചയും ഇതിന് കാരണമായി. നമ്മൾ ഓരോരുത്തരുടെയും വളർച്ച, അതോടൊപ്പം സഭയുടെ വളർച്ച, ലോകം മുഴുവനുമുള്ള ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ വളർച്ച. എന്നാൽ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇതെല്ലാം നന്നായി വളർന്നു ആഘോഷിച്ച് പെട്ടിയടച്ച് വെക്കാനാണോ? അല്ല. ഇവിടെയാണ് എനിക്ക് ഈയിടെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒന്ന്. വിളിക്കുള്ളിലൊരു വിളിയുണ്ട്. അതിങ്ങനെ നമുക്ക് ചിന്തിക്കാം. മദർ തെരേസ ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ് വന്നത്. ഇവിടെ ഒരുപാട് കന്യാസ്ത്രീമാരുണ്ട്. നിങ്ങൾ പലരും സ്കൂളിൽ ടീച്ചറായിരുന്നിരിക്കാം, ഇല്ലേ? അങ്ങനെ ഒരു സ്കൂൾ ടീച്ചറായിട്ട് വന്ന മദർ തെരേസ കുറെ കാലം ആ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞപ്പോൾ ആത്മാവ് പറയുന്നു, അവർ ആത്മാവിനെ ശ്രവിച്ചു. ആത്മാവിനെ ശ്രവിച്ചപ്പോൾ ദൈവസ്വരം അവരോട് പറയുന്നു, നിനക്ക് വിളിക്കുള്ളിലൊരു വിളിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. നീ കാലമത്രയും ശുശ്രൂഷ ചെയ്തു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട്, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, ഈ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യം ഏൽപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. പേടിയാവുന്നുണ്ടോ? വലിയ കാര്യം നിങ്ങളെ ഏൽപ്പിക്കും എന്ന്. അങ്ങനെ ഒരു വലിയ കാര്യമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഈ കാലം അത്രയും, ഈ 25 വർഷം ചെയ്തത് ഒരു ചെറിയ കാര്യമാണ്. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ഇനി നിങ്ങളെ ഞാൻ വലിയ കാര്യം ഏൽപ്പിക്കാൻ പോവുകയാണ്.
നമ്മളിങ്ങനെ വിചാരിക്കണ്ട ഈ 25 വർഷം കൊണ്ട് നടന്നത് മൂലം എല്ലാം ഭംഗിയായി എന്ന്. തീർച്ചയായിട്ടും വലിയ കാര്യമാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് ഇനി വരാനിരിക്കുന്ന അതിവലിയ കാര്യത്തെ നോക്കുമ്പോൾ ഇത് ചെറിയ കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്. മദർ തെരേസ സ്കൂൾ ടീച്ചറായിട്ട് റിട്ടയർ ആയോ? ആണോ? എങ്ങനെയാ മദർ തെരേസയുടെ ജീവിതം മാറിയത്? ഇവിടെയാണ് ഒരു വ്യക്തിയിലൂടെ, മദർ തെരേസ എന്ന ഒരു വ്യക്തിയിലൂടെ ലോകം മുഴുവനിലും വലിയ കാര്യം നടന്ന പോലെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ഇനി അതിഭയങ്കരമായ വലിയ കാര്യം നടക്കണം. ഹല്ലേലൂയ. അത് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഒരു ഭാഷയാകണം. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജീവജലത്തിന്റെ നദി പൊട്ടി ഒഴുകണം. അപ്പോഴാണ് സംഭവിക്കുക. നമ്മളിപ്പോഴും വെറും ചെറിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കാര്യം, നമുക്ക് വിസ കിട്ടണം, നമുക്ക് ജോലി കിട്ടണം, നമ്മുടെ മോളുടെ കല്യാണം നടക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാകണം, അതോടൊപ്പം കുറച്ചെന്തെങ്കിലും രോഗശാന്തിയും കിട്ടണം. ഇതൊന്നും അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും അല്ല. വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ നടക്കണം. കർത്താവ് അപ്പസ്തോലന്മാരെ, മുക്കുവന്മാരായ അവരെ തിരഞ്ഞെടുത്തിട്ട് ആദ്യം അവർക്ക് കൊടുത്ത വരദാനങ്ങളിൽ ആദ്യത്തെ വരദാനം ഇതായിരുന്നു. അവൻ അവർക്ക് രോഗികളെ സുഖപ്പെടുത്തുന്നതിനും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിനുമുള്ള വരം കൊടുത്തു. എന്തൊക്കെ വരങ്ങളാണ് കൊടുത്തത്? മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനുള്ള വരം. നമ്മളിവിടെ ഈ കുട്ടി പിശാചിനെ ഓടിക്കണം നടക്കാണ്. ഇവിടെ നമ്മളിവിടെ ചെറിയ ചെറിയ രോഗശാന്തിയുമായിട്ട് നടക്കുകയാണ്. എന്തുകൊണ്ട്? ഇവിടെ ആർക്കും ഇങ്ങനൊരു വരം കിട്ടിയിട്ടില്ല. മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള വരം. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? അങ്ങനെ ഈ കേരളത്തിൽ കുറെ മരിച്ചവർ ഉയർക്കട്ടെ. അതാണ് കർത്താവ് അരുളി ചെയ്തത്. കർത്താവ് ലാസറിന്റെ ഭവനത്തിൽ വന്നത് എന്തിനാണ്? ലാസറിന്റെ പെങ്ങന്മാര് വിചാരിച്ചു, നമ്മളൊക്കെ വിചാരിക്കലുമാതിരി കർത്താവ് എല്ലാവരെയും രോഗശാന്തിയൊക്കെ നടത്തി ഇങ്ങനെ നടക്കാണ്. അപ്പൊ നമ്മുടെ സഹോദരൻ ലാസർ സുഖമില്ലാണ്ടായപ്പോ അവന് രോഗശാന്തി നടത്തി സൗഖ്യപ്പെടുത്തും. പക്ഷേ കർത്താവ് തന്നെയാണ് അവനെ സുഖമില്ലാതാക്കിയത്. എന്തിനാ? എല്ലാവരും എന്നെ കുറിച്ച് വിചാരിച്ചേക്കണ മാതിരി അല്ല ഞാനെന്ന് അറിയണം. ഞാനൊരു രോഗശാന്തിക്കാരൻ മാത്രമല്ല, ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണെന്ന് ലോകം അറിയണം. നമ്മൾ ഈ കർത്താവിനെ വെറും ഒരു രോഗശാന്തിക്കാരനാക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ ഉറ്റ സുഹൃത്തായ ലാസറിനെ സുഖമില്ലാതാക്കി. മാത്രമല്ല അവനെ മരിക്കാൻ വിട്ടു. അവൻ സുഖമില്ലാണ്ടായതോടുകൂടി പെങ്ങന്മാരോടനെ ആൾക്കാരെ അയച്ചു പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് നമ്മുടെ ഈശോനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. കാരണം ഈശോ ലാസറും തമ്മിൽ അത്ര സ്നേഹമാണ്. ചെറുപ്പകാലം മുതലേ അവർ സ്നേഹമാണ്. എന്ത് പറയണം? നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഉടനെ ഈശോ അവനെ സുഖപ്പെടുത്തും. ഈശോ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട്? അവൻ്റെ ഈ രോഗം അങ്ങനെ അവസാനിക്കാനുള്ളതല്ല. അവൻ മരിച്ചു. എന്നിട്ടും യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് വരുന്നില്ല. അഥവാ മർത്താമറിയത്തിന്റെ വീട്ടിലേക്ക് വരുന്നില്ല. മർത്താമറിയം നെഞ്ചത്തിട്ട് കരയാൻ തുടങ്ങി, അയ്യോ എന്റെ ലാസർ മരിച്ചേ, കർത്താവേ നീ എവിടെയാ? നീ ഞങ്ങളുടെ ഇത്രയും വലിയ സുഹൃത്തായിട്ട് നീ എന്ത് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി? ഇതല്ലേ നമ്മളോട് ചിലർ ചോദിക്കണത്. നിങ്ങൾ എപ്പോഴും ധ്യാനകേന്ദ്രക്കാരായിട്ട് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം മാറുന്നുണ്ടോ? ചോദിക്കുന്നുണ്ടോ ഇല്ലയോ? എന്ന മാതിരി അവരോടും ചോദിച്ചു കാണും.
അവർ ഭയങ്കര വേദനിച്ചു. പക്ഷെ ലാസറിനെ അവർ അടക്കി. ആളുകൾ അവരെ ആശ്വസിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്നു. 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസവും കഴിഞ്ഞിട്ടും യേശു, ഇത്രയും വലിയ സ്നേഹിതനായ യേശു അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. 4-ാം ദിവസം ഈശോ അങ്ങ് വരാൻ തുടങ്ങി. 4-ാം ദിവസം ഈശോ അവിടേക്ക് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. ഇവനെന്ത് 4-ാം ദിവസം വന്നു? സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വന്നില്ല, മരിച്ചടക്കൽ സമയത്ത് വന്നില്ല, അത് കഴിഞ്ഞ് 4-ാം ദിവസം വന്നിരിക്കണോ? അതാണ് 4-ാം ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഈശോ എപ്പോഴും പറയും, അവരെന്നെ കൊല്ലും, അവരെന്നെ കുഴിച്ചിടും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ ശരീരം ജീർണിക്കില്ല. 3-ാം ദിവസം കഴിഞ്ഞാൽ ശരീരം ജീർണിക്കും. എൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ ഇടവരില്ല എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഈശോയുടെ ശരീരം ജീർണിക്കാൻ വിട്ടുകൊടുത്തില്ല. എന്നാൽ മറ്റെല്ലാ മനുഷ്യരുടെയും ശരീരം ജീർണിക്കും. ഈശോ വീട്ടിൽ വന്നപ്പോ പെങ്ങന്മാര് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. അയ്യോ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കേട്ടോ, ഇതാണ് ഇന്നും നമ്മുടെയൊക്കെ വിശ്വാസം. നമ്മൾ എങ്ങനെയെങ്കിലും മനുഷ്യൻ മരിക്കാതിരിക്കാൻ വെന്റിലേറ്ററും ആശുപത്രികളൊക്കെ, ഇത്ര ആശുപത്രികളുടെ ഒന്നും ഒരു ആവശ്യമില്ല. മനുഷ്യൻ വേഗം മരിച്ച് സ്വർഗത്തിൽ പോകണ്ടേ? എന്തിനാണ് ഇത്ര നീട്ടിക്കൊണ്ട് പോണത്? ഇത് കണ്ട് എന്തോരം അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് വേഗം മരിച്ച് സ്വർഗത്തിൽ പോകാനാണ്. എന്തിനാണ് ഇത്ര ആശുപത്രികൾ? എന്തിനാണ് ഇത്തരം രോഗശാന്തികൾ? ഇതൊക്കെ നമ്മുടെ വിശ്വാസം വലുതാകാഞ്ഞിട്ടാണ്. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പെരുന്നാളാണ്. ഫ്രാൻസിസ് സേവിയർ എത്ര നാൾ ജീവിച്ചു? 46 വർഷം. കണ്ടോ, 46 വർഷത്തിൽ 10 വർഷമേ അങ്ങേരെ ഇവിടെ പ്രവർത്തിച്ചുള്ളൂ. 10 വർഷം കൊണ്ട് 30,000-ത്തിലധികം ആത്മാക്കളെ മാമോദീസ മുക്കി. കൊച്ചു ത്രേസ്യ 24 വർഷമേ ജീവിച്ചുള്ളൂ. അന്തോണീസ് എത്ര? അന്തോണീസ് 36 വർഷം 46 വർഷം ജീവിച്ചോളൂ. ഫ്രാൻസിസ് അസീസി 46 വർഷം ജീവിച്ചു. എന്തിനാണ് നമ്മൾ ഇത്രയും നാൾ ജീവിക്കണേ? ഇത് കേൾക്കാനാണോ ഇവിടെ വന്നതെന്ന് വിചാരിക്കല്ലേ? ഇതാണ് വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മാത്രമേ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഞാൻ മരിച്ച ശേഷം, ഞാൻ മരിക്കും എന്തായിരിക്കും അറിയോ നിങ്ങൾക്ക്? ഞാൻ മരിക്കുന്ന ദിവസം സ്വർഗത്തിൽ വലിയ ബഹളമാണ്. എന്താ ബഹളം? കുറെ ആളുകൾ വലിയൊരു ബാനറുമായിട്ട് പത്രോസിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. വെൽക്കം തോമസ് പോൾ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ഒരുപാട് ആത്മാക്കളെ നമ്മൾ സ്വർഗത്തിലേക്ക് കൊടുത്തു. അവരെല്ലാവരും പറയാണ്, ഞങ്ങളുടെ തോമസ് പോൾ വരികയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകരിക്കണം. ഓക്കെ, പത്രോസ് പറഞ്ഞു, നല്ല കാര്യം, ഞാനും കൂടെ വരാം. അത് കഴിഞ്ഞ് എന്നെ സ്വീകരിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ഉടനെ തന്നെ പത്രോസ് പറയാണ്, അതെ, ഇവിടെ നാട്ടിൽ പറഞ്ഞ പോലെ ഒരു സ്റ്റേജിൽ നിന്ന് പ്രഘോഷിച്ചാ പോരാ. സ്വർഗത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ലോകത്തിൽ ഒരേ സമയത്ത് ചൈനയിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, റഷ്യയിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, അമേരിക്കയിൽ നിന്നും എല്ലാ സ്റ്റേജുകളിലും ഒരുപോലെ പ്രഘോഷിക്കാം. ഹല്ലേലൂയ. എന്തു പറയണു? ഇപ്പൊ സന്തോഷമായോ? എന്തിനാ വേഗം മരിക്കണെന്നുള്ളത്? എന്തിനാ വേഗം മരിക്കണ്ടേ? ഇവിടെ ആയിരിക്കുമ്പോ ഒരു സ്റ്റേജിൽ നിന്ന് പ്രഘോഷിക്കാൻ പറ്റുള്ളൂ. സ്വർഗത്തിലായി കഴിഞ്ഞാൽ ലോകം മുഴുവനിലും പല സ്റ്റേജുകളിലും കോടാനുകോടി സ്ഥലത്ത് നമുക്ക് സുവിശേഷം അറിയിക്കാം. ഇതാണ് വലിയ കാര്യം ചെയ്യുന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ചിന്തകളെല്ലാം ഇപ്പോഴും ചെറിയ കാര്യങ്ങളിലാണ്. ഈ ലോകത്തിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇവിടെയൊക്കെ എന്തെങ്കിലും നടത്തുക. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ, ബാക്കിയൊന്ന് കംപ്ലീറ്റ് ആക്കാമോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്.
ഒന്നെല്ലാവരും പറഞ്ഞ കരമുയർത്തി. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. ഒന്ന് നോക്കിയേ, നമ്മളെല്ലാവരുടെയും ആഗ്രഹം എന്താ? നമുക്കൊരു വീട് വേണം, അതിന് മതിൽ കെട്ടണം, അതിന് കാറ് വേണം, മക്കളുടെ കല്യാണം നടക്കണം, അവർക്കും കാശ് വേണം. ഇതൊക്കെ ഈ ജീവിതത്തിന് വേണ്ടിയാണ്. ഇതല്ല നമ്മുടെ ലക്ഷ്യം. ഈ ജീവിതത്തിനപ്പുറത്ത് അനന്തമായ ഒരു ജീവിതമുണ്ടെന്നും ആ അനന്ത ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തന മണ്ഡലമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നൊവേന ചെല്ലുന്നവർ മാത്രമായാൽ പോരാ. മനസ്സിലായോ? നമ്മൾ നൊവേന ചെല്ലാൻ എടുക്കണം അല്ലേ? എല്ലാവരും നൊവേനയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ അൽഫോൻസാമ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടോ? മദർ തെരേസ പ്രവർത്തിക്കുന്നുണ്ടോ? കൊച്ചു ത്രേസ്യ പ്രവർത്തിക്കുന്നുണ്ടോ? അമ്മ ത്രേസ്യ പ്രവർത്തിക്കുന്നുണ്ടോ? ഫ്രാൻസിസ് സേവ്യർ പ്രവർത്തിക്കുന്നുണ്ടോ? അവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. RIP എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞതല്ല, റൺ ഇൻ പീസ് ആണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ റൺ റൺ റൺ. ലോകം മുഴുവനിലേക്കും കത്തിജ്വലിക്കുന്ന ആത്മാവിന്റെ വർഷം ഉണ്ടാക്കുന്ന ആത്മാക്കളായി മാറാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തന്നെ സുവിശേഷം പ്രഘോഷിക്കാനല്ല. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, കടുക് മണി അല്ലെങ്കിൽ ഗോതമ്പ് മണി ചീഞ്ഞാൽ മാത്രമേ അത് ഫലം പുറപ്പെടുകയുള്ളൂ. അത് ചീയണം. ചീഞ്ഞു കഴിഞ്ഞാൽ അതിൽ കതിര് വരുന്നു. കണ്ടോ, ധാരാളം ഫലം. നമ്മളിപ്പോഴും ഗോതമ്പ് മണിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ചെയ്യണം. നമ്മൾ ചീഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. അതാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനിയുടെ ജീവിതം എന്നത് ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ ഒതുങ്ങുന്ന ഒരു ജീവിതമല്ല. ഈ ലോകത്തിനപ്പുറത്ത് അവര് അനന്തമായ പ്രവർത്തന സാധ്യതകളാണ്. അതാണ് ക്രിസ്തീയ ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് കൊച്ചു ത്രേസ്യ എല്ലാം പറഞ്ഞത്, എന്നെ വേഗം അങ്ങോട്ട് കൊണ്ടുചെല്ലും, എന്നെ വേഗം സ്വർഗത്തിലേക്ക് എടുക്ക്, എനിക്കിവിടെ ജീവിക്കണ്ട, എന്നെ വേഗം നീ എടുക്ക്. കാരണം എനിക്ക് സ്വർഗത്തിൽ ചെന്നാലേ എനിക്ക് ലോകത്തിലേക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അമ്മച്ചിമാർക്ക് സമാധാനമായി. ഇതുണ്ട്, തല നരച്ച അമ്മച്ചിയൊക്കെ ചിരിക്കുന്നുണ്ട്. എടാ, ഇത് കുറച്ച് നാൾ നേരത്തെ അറിയേണ്ടതായിരുന്നല്ലോ. നമ്മളിവിടെ വെന്റിലേറ്ററും വെച്ചിങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വേഗം സ്വർഗത്തിൽ പോകാൻ തയ്യാറാകണം. അതാണ് വലിയ കാര്യം. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മളൊരു രോഗശാന്തിയുടെയും തലത്തിൽ നിന്നാൽ പോരാ. രോഗശാന്തിയൊക്കെ വേണം, പക്ഷെ അതല്ല. ഈശോ എല്ലായിടത്തും രോഗശാന്തി നടത്തിയല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ലാസർ രോഗശാന്തി നടത്തിയില്ല? ഈശോ എല്ലാവരെയും സുഖപ്പെടുത്തി, എന്തുകൊണ്ട് ലാസറിന്റെ വീട്ടിൽ പോയില്ല? ലാസർ മരിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ മരിക്കട്ടെ, അവൻ മരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടും പോയില്ല. അവൻ ചീയട്ടെ, അവൻ ചീഞ്ഞു കഴിയട്ടെ. അവൻ ചെയ്യാൻ തുടങ്ങിയപ്പോ ഈശോ അവിടെ ചെന്നു. പെങ്ങന്മാര് കടന്ന് കലറുകയാണ്. ഓ, നീ ഇത്രയും വലിയ സ്നേഹിതനായിട്ട് നീ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു, ഞങ്ങളുടെ സഹോദരൻ മരിക്കും. നമ്മുടെ മരിച്ച വീട്ടിലെ കരച്ചിൽ ഇല്ലേ? നമ്മൾ മരിച്ച വീട്ടിൽ കരയണമാതിരി അവർ കരയാൻ തുടങ്ങി. അപ്പോൾ ഈശോ കരയണവരോടൊപ്പം കരയും. ഈശോ ആ പെണ്ണുങ്ങളോടൊപ്പം കരഞ്ഞു. കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേ ഒരു നെടുവീർപ്പിട്ടു എന്നാ പറയണേ. അവനൊരു നെടുവീർപ്പിട്ടിട്ട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഇതൊരു പുതിയ വാർത്തയാണല്ലോ. അതുവരെ എല്ലാവരും രോഗശാന്തി വരെ എത്തിയിട്ടുള്ളൂ എങ്കിൽ ഇപ്പോൾ ഈശോ പറയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോ മാർത്ത പറയാണ്, അതെ, അന്ത്യദിനത്തിൽ അവൻ ഉയർക്കും എന്ന് ഞങ്ങൾക്കറിയാം. കണ്ടോ, അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അവസാനം നമ്മൾ പറയുന്നത്. വിശ്വാസ പ്രമാണത്തിന്റെ അവസാനം എന്താ പറയുന്നത്? നമ്മൾ ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നോ? നിങ്ങളുടെ ശരീരം ഇപ്പോൾ മരിക്കുമ്പോൾ ചീഞ്ഞാലും
ഈ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ വിശ്വാസം അതാണ്. നമ്മൾ മരിച്ചാലും മരിക്കുന്നില്ല. മരണം എന്നത് നമ്മുടെ ആത്മാവും ശരീരവുമായിട്ട് മാറിയെന്നേ ഉള്ളൂ. അതൊരു ദുഃഖത്തിന്റെ കാര്യമല്ല, അത് വലിയ ആനന്ദത്തിന്റെ കാര്യമാണ് ആകേണ്ടത്. ഇന്നും നമ്മൾ ആ തരത്തിലേക്ക് വന്നിട്ടില്ല. ഇന്ന് മരണം എന്നാൽ വലിയൊരു ദുഃഖമായിട്ടാണ് കണക്കാക്കുന്നത്. ദുഃഖമല്ല, മരണം എന്നാൽ സന്തോഷിക്കേണ്ട കാര്യമാണ്. കാരണം മരിക്കുമ്പോൾ ഒരാത്മാവ്, നമ്മൾ മരിക്കുന്നു, ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്കും എൻ്റെ ശരീരം ഭൂമിയിലേക്കും പോയി. എന്നാൽ ഈ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ ആത്മാവിനോട് ചേർന്ന് ഞാൻ ദൈവത്തോടൊപ്പം അനന്തതയിലേക്ക് നീങ്ങുന്നു. ശരീരവും അമർത്യമായി മാറുന്നു. അത് അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മാർത്ത പറയാണ്, ഞങ്ങൾക്കറിയാം അന്ത്യദിനത്തിൽ അവർ ഉയർക്കുമെന്ന്. അപ്പോഴാണ് ഈശോ എന്താ പറഞ്ഞത്? എല്ലാവരും ഒന്ന് കരമുയർത്തിയേ, എല്ലാവരും ഒന്ന് കരമുയർത്തി ഒന്ന് ഏറ്റു പറഞ്ഞത്. ചരിത്ര പ്രസിദ്ധമായ ഒരേ ഒരു വചനം, സുവിശേഷത്തിൽ മറ്റൊരിടത്തും എഴുതാത്ത ഒരു വചനം, ഒരു സുവിശേഷ പ്രഘോഷകരും എഴുതാത്ത വചനം, ഒരു പ്രവാചകന്മാരും എഴുതാത്ത വചനം. എന്താണ് ആ വചനം? ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും. എല്ലാവരും വീട്ടി വെട്ടുന്ന ഉച്ചത്തിൽ പറഞ്ഞ്, ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും. Praise the Lord. അന്ത്യദിനത്തിൽ പുനരുത്ഥാനം നൽകുന്നവൻ ഞാൻ ആയിരിക്കും എന്നല്ല പറഞ്ഞത്, ഞാനാകുന്നു. പ്രസന്റ് ടെൻസ്, വർത്തമാനകാലത്തിലാണ് പറഞ്ഞത്. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്ത്യദിനത്തിൽ പുനരുത്ഥാനം നൽകുന്നവൻ ഞാൻ ആകുന്നു, ഞാനാകുന്നു. അന്ത്യദിനത്തിൽ പുനരുത്ഥാനം നൽകുന്ന ആ പുനരുത്ഥാനം തന്നെയായ കർത്താവ് ഈശോ മിശിഹ ഞാനാകുന്നു. ആ ഞാനിപ്പോൾ ഇവിടെ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അന്ത്യദിനത്തിൽ നൽകുന്ന പോലെയുള്ള പുനരുത്ഥാനം ഇപ്പോൾ നൽകാൻ പറ്റും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് ഞാൻ. ഇത് കേട്ടപ്പോഴാണ് മർത്തായുടെ തല എന്തോ സംഭവിച്ചു. മർത്ത അന്തം വിട്ട്. ഇത്രയും നാളും മർത്ത മറിയം യേശുവിന്റെ ഇത്രയും സുഹൃത്തുക്കളായിട്ട് പോലും ഒരു രോഗശാന്തി നൽകുന്ന യേശുവായിട്ടാണ് യേശുവിനെ കണ്ടതെങ്കിൽ ഇപ്പോൾ അവളുടെ വിശ്വാസം കൊടിമുടിയോളം ഉയർന്നു. ഈ യേശു ആണ് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവനെന്നും, അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവനിതാ എന്റെ വീട്ടിൽ നിൽക്കുന്നു. അവനിപ്പോൾ പറയാണ്, എനിക്ക് അവനെ ഇപ്പോൾ ഉയർപ്പിക്കാം. ഇതാണ് യേശുവിൻ്റെ സർവാധിപനാം കർത്താവേ ദേവനങ്ങി നമിക്കുന്നു. ഒന്നുകൂടി പാടാം. എല്ലാവരും ചേർന്ന് നിന്നെ വണങ്ങി നമിക്കുന്നു. വിനയമോടെ നിന്നെ നമിച്ചു മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ നൽകുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ നൽകുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഈ ഗാനം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾ ഓർക്കണം. കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും എന്ന് പറഞ്ഞ എല്ലാവരും, കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. പ്രൈസ് ദി ലോർഡ്. മാർത്ത പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അതായത് അങ്ങ് മനുഷ്യരുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ സർവാധിപതം. ഒന്ന് ചിന്തിക്കുക, ചീഞ്ഞ ശരീരത്തെ, ചീഞ്ഞ് മണ്ണായ ശരീരത്തെ ഉയർപ്പിക്കുന്ന ശക്തിയാണ്. ആ ഉയർപ്പിലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിന്റെ കൊടുമുടി എന്നാ പറയുന്നത്. വിശ്വാസ പ്രമാണത്തിന്റെ കൊടുമുടി എന്താ? വിശ്വാസ പ്രമാണത്തിന്റെ കൊടുമുടി യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു, ഉയർത്തു. അതെല്ലാം കഴിഞ്ഞു പോയ സംഭവമാണ്. യാതൊരു സംശയമില്ല നമുക്ക് അതിൽ. പക്ഷേ സംശയം അല്പമെങ്കിലും ഉണ്ടാകാവുന്നത് എവിടെയാ? യേശു വീണ്ടും വരുമെന്നും മരിച്ചവരെല്ലാവരെയും ഉയർപ്പിക്കുമെന്നും, നമ്മൾ ഈ മരിച്ചു ചീഞ്ഞ നമ്മളെ ഉയർപ്പിക്കുമെന്നും അത് വിശ്വസിക്കുന്നതിലാണ് വിശ്വാസ പ്രമാണത്തിന്റെ കൊടുമുടി. നമ്മളത് വിശ്വസിക്കുന്നവരാണ്. എങ്കിലും ഒന്നുകൂടി ചിന്തിക്കുക, നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നോ നിങ്ങളുടെ ഈ ശരീരം മരിക്കുമ്പോൾ ചീയുമെങ്കിലും അത് ഉയർത്തെഴുന്നേറ്റ് അമർത്യമായ ശരീരമാകുമെന്ന് ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കുക. എന്നാൽ ഇനി അടുത്ത് ചിന്തിക്കേണ്ടത്, ഇവിടെ ഈശോ പറയാണ്, അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ ഞാനിതാ നിന്റെ വീട്ടിൽ. നീ വിശ്വസിക്കുമെങ്കിൽ ഇപ്പൊ നിന്റെ ലാസറിനെ ഞാൻ ഉയർപ്പിക്കാം. മാർത്ത പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ വരൂ, എവിടെയാ അവൻ അടക്കിയിരിക്കുന്നത്? അവരങ്ങ് പോകാൻ തുടങ്ങി. അങ്ങനെ യേശു മാർത്ത മറിയവും കൂടി ലാസറിന്റെ കല്ലറയുടെ അടുത്തേക്ക് നീങ്ങുന്ന രംഗമൊന്നും വിഭാവനയിൽ കാണുക. അപ്പോഴേക്കും സ്ഥലത്തെ ആളുകളെല്ലാം വന്നിരിക്കുകയാണ്. അവർക്കൊരു പുച്ഛമാണ്. കാരണം ഇവൻ ഈ ലോകത്തിലുള്ള എല്ലാവരെയും രോഗശാന്തി നടന്ന ആള്, ഇവന്റെ ഇത്രയും വലിയ സുഹൃത്തായ അവിടെ തിരിഞ്ഞു നോക്കിയോ? അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഇവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന. അവർ കാണുന്നത് ഇത് ആശാരിച്ചെറുക്കൻ. ഈ ആശാരിച്ചെറുക്കന് എന്ത് പ്രയോജനം? ഈ ആശാരിച്ചെറുക്കനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കാണുന്ന കുറെ പേർ. മറ്റു കുറെ പേർ ഇവന്റെ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. എന്നാലും ഇവൻ ഇവിടെ വന്നില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? ആ കല്ലറയുടെ അടുത്തേക്ക് പോയിട്ട് ഇനി എന്താ ചെയ്യാൻ പോണേ എന്ന വീക്ഷണത്തിലാണ് ഒരുപാട് ആളുകൾ. അങ്ങനെ ഇതാ കല്ലറയുടെ അടുക്കലേക്ക് ചെന്നു. ഒന്ന് കൈ ഉയർത്തി സ്തുതിച്ച് യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ലറയുടെ അടുക്കലേക്ക് ചെന്നു. കല്ലറയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഈശോ മാർത്തയോട് പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റും, ആ കല്ലെടുത്ത് മാറ്റും. കല്ല് മാറ്റിയോ? കർത്താവേ, ഇപ്പൊ ദുർഘട്ടം വമിക്കുന്നുണ്ടാകും. ഇപ്പൊ 4-ാം ദിവസമായി. കണ്ടോ, അത് വലിയൊരു കാര്യമാണ്. 3 ദിവസം വരെ ഈ സഹോദരിമാർ ആ കല്ല് മാറ്റി അതിൻ്റെ ഉള്ളിൽ പോയി അവർക്ക് ലേപനം ചെയ്യുമായിരുന്നു. സാധാരണ ചട്ടം അതാണ്. 4-ാം ദിവസം പോയില്ല. 4-ാം ദിവസം ശരീരം ദുർഗന്ധം വമിക്കാൻ തുടങ്ങും, ശരീരം അഴുകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈശോ 3-ാം ദിവസം ഉയർത്തു എന്ന് പറഞ്ഞതും, അതുകൊണ്ടാണ് ഈശോ 3-ാം ദിവസം വരാതിരുന്നതും. ഈശോ മനഃപൂർവ്വമാണ് 4-ാം ദിവസം വന്നത്. ആ ശരീരം ചീയണം. അങ്ങനെ ചീഞ്ഞ ശരീരത്തെ ഉയർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും അവരെ. ഞാൻ ആരാണെന്ന് അവരറിയണം. എന്താണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന കഴിവെന്ന് അവരറിയണം. മർത്തയോട് ഈശോ എന്ത് പറഞ്ഞു? എല്ലാവർക്കും അറിയാവുന്ന വചനമാണെന്ന് എല്ലാവരും ഏറ്റു പറഞ്ഞ്. മർത്തായോട് യേശു എന്ത് പറഞ്ഞു? നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. എല്ലാവരും വെടിവെക്കുന്ന ഒച്ചയിലൊന്ന് പറഞ്ഞിരുന്ന്, നീ വിശ്വസിക്കും